സാധാരണ രീതിയിൽ ഫിഫ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും പറയും ഒന്നെങ്കിൽ സൗത്ത് അമേരിക്കൻ ടീം ലോകകപ്പ് അടിക്കും, അല്ലെങ്കിൽ യൂറോപ്യൻ ടീം ലോകകപ്പ് അടിക്കും. അവർക്ക് വേണ്ടിയാണ് ഈ ഫിഫ വേൾഡ് കപ്പ് നടത്തപ്പെടുന്നത് എന്ന് നമ്മൾ എപ്പോഴും പറയാറ്. നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിരുന്നു, അവര് തോൽക്കുന്നു, യൂറോപ്യൻ ടീംസിനോട് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ ടീമിനോട് തോൽക്കുന്നു, അവർ പുറത്താകുന്നു. ഇതാണ് സാധാരണഗതിയിൽ ലോകകപ്പുകളിൽ നടക്കാറ് ഫിഫ വേൾഡ് കപ്പിൽ. എന്നാൽ ഈ വർഷത്തെ ഫിഫ വേൾഡ് കപ്പ് ചില വമ്പൻ മാറ്റങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം ഞാനിപ്പോ പറയാം. ഏഷ്യൻ രാജ്യങ്ങൾ 5 മത്സരങ്ങൾ മാത്രമാണ് ഇപ്പൊ ഈ 6 ദിവസത്തിനുള്ളിൽ വേൾഡ് കപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. 5 ടീമുകളാണ് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിന് വെച്ചാൽ 5 മത്സരങ്ങൾ. ഈ 5 മത്സരങ്ങളിലും ഒന്നിൽ പോലും ഏഷ്യൻ രാജ്യങ്ങൾ തോൽവി അറിഞ്ഞിട്ടില്ല. അത് റെക്കോർഡ് തന്നെയാണ്. 5 മത്സരത്തിന് തോൽവി അറിഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ വിജയം അല്ലെങ്കിൽ സമനില, അല്ലാതെ ഒരു മത്സരത്തിൽ പോലും അവർക്ക് തോൽവി രുചിക്കേണ്ടി വന്നിട്ടില്ല. ആ റിസൾട്ട് കൂടി ഞാനൊന്ന് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒന്നാമത്തെ മത്സരം സൗത്ത് കൊറിയ ചെക്ക് റിപ്പബ്ലിക് തമ്മിൽ നടന്ന മത്സരത്തിൽ സൗത്ത് കൊറിയ 2-1 ജയിച്ചത്. നമ്മുടെ ഏഷ്യൻ ടീമിന്റെ വിജയമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ മത്സരം ജപ്പാൻ വേഴ്സസ് നെതർലാൻഡ്. എന്താ പറയാ, ഹൈറ്റ് കൂടിയ നെതർലാൻഡ് ഡിഫൻഡേഴ്സിനെതിരെ ഹൈറ്റ് കുറഞ്ഞ ആവറേജ് ഹൈറ്റുള്ള ജപ്പാൻകാർ നടത്തിയ ഒരു പ്രകടനം ആർക്കും മറക്കാൻ പറ്റും. 2-2 ആ കളി സമനിലയിൽ അവസാനിച്ചത്. മൂന്നാമത്തെ മത്സരമാണെങ്കിൽ നമ്മുടെ സ്വന്തം ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. വീണ്ടും യൂറോപ്യൻ ടീമിനെ 1-1 എന്ന സമനിലയിൽ ഖത്തർ പൊരുതി പിടിച്ചു. നമ്മുടെ മലയാളി പയ്യനടക്കം ഖത്തർ ടീമിൽ കളിക്കാണ്ട് ഇറങ്ങിയില്ല. എന്നിരുന്നാലും ആ ഒരു ടീമിലെ അംഗമായി നമ്മുടെ മലയാളി പയ്യനും കൂടി ഇന്ത്യക്കാരനും കൂടി ഉണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി 4-ാമത്തെ മത്സരം സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ. ആ മത്സരം 1-1 അവസാനിച്ചത്. സൗദി അറേബ്യ സൗത്ത് അമേരിക്കൻ വമ്പന്മാരെ ഉറുഗ്വയെ 1-1 തളച്ചിരിക്കുന്നു. എന്തായിരുന്നു മത്സരം! സൂപ്പർ മത്സരമായിരുന്നു. നല്ലൊരു പോരാട്ട വീര്യാണ് സൗദി അറേബ്യ പുറത്തെടുത്തത്. അതുപോലെ തന്നെ അവസാനം 5-ാമത്തെ മത്സരം, ഇന്നലെ നടന്ന അവസാന മത്സരം ഇറാൻ വേഴ്സസ് ന്യൂസിലൻഡ്. ആ മത്സരം 2-2 അവസാനിച്ചത്. എന്താ പറയാ, ന്യൂസിലൻഡ് എന്ന പോലത്തെ ഒരു ടീമിനോടൊക്കെ 2-2 ഇറാൻ പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളുടെ കരുത്താണ് നമ്മൾ ഈ വേൾഡ് കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 മത്സരങ്ങളിൽ 5ലും തോൽവി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റും ഏഷ്യൻ രാജ്യങ്ങൾക്ക്. ഇതിന്റെ കൂടെ വേറെ റെക്കോർഡും കൂടി ഞാൻ പറഞ്ഞുതരാം. മൊത്തം 10 മത്സരങ്ങളാണ് യൂറോപ്യൻ ടീംസ് കളിക്കാൻ ഇറങ്ങിയത് ഈ ഒരു ദിവസങ്ങളിലായിട്ട്. എന്നാൽ ഈ 10 മത്സരങ്ങളിൽ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഞെട്ടാൻ പോകുന്ന ഒരു ഇതായിരിക്കും. വെറും 3 മത്സരം മാത്രമേ യൂറോപ്യൻ ടീം ജയിച്ചിട്ടുള്ളൂ. ബാക്കി 7 മത്സരങ്ങളിൽ തോൽവിയോ അല്ലെങ്കിൽ സമനിലയോ. എന്ന് വെച്ചാൽ 3 പോയിന്റ് കരസ്ഥമാക്കാൻ അവർക്ക് ഈ 10ൽ വെറും 3 മത്സരങ്ങളിൽ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. വമ്പന്മാരായ സ്പെയിൻ പോലും ഇന്നലെ നമ്മള് കുടുങ്ങുന്നത് കണ്ടു. ചെറിയ ആഫ്രിക്കൻ രാജ്യത്തോടൊപ്പം വരെ അവര് കുടുങ്ങി പോകുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ആ ജയിച്ച 3 ടീമുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇപ്പൊ പറയാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും. യൂറോപ്യൻ നിന്ന് 10 മത്സരങ്ങളിൽ മത്സരിച്ച് അതിൽ വെറും 3 ടീമാണ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ആ 3 ജയിച്ച ടീമുകൾ ഇതാണ്. ഒന്നാമത്തത് സ്കോട്ട്ലൻഡ് ആണ്. 1-0 ഹെയ്തിനെയാണ് അവർ തോൽപ്പിച്ചത്. ആഫ്രിക്കൻ ടീമായ ഹെയ്തിനെ 1-0 സ്കോട്ട്ലൻഡ് തോൽപ്പിച്ചത്. രണ്ടാമത്തത് ജർമ്മനി. കുർസാവോയെ ഒരു ഭീമൻ അടിയാണ് കൊടുത്തത്. 7-1 ജർമ്മനി തോൽപ്പിച്ചത്. അതൊരു വമ്പൻ തോൽവിയാണ് കുർസാവോ വഴങ്ങിയത്. ഒരു കുഞ്ഞൻ രാജ്യമാണ്, വെറും 1,55,000 പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ്. പക്ഷെ അവരും ഒരു ഗോള് ജർമ്മനിക്കെതിരെ തിരിച്ചടിച്ചു എന്നതിൽ അവർക്ക് അഭിമാനിക്കാം എന്നാണ് എനിക്ക് മനസ്സിലായത്. അന്ന് നമ്മളെ കളി കണ്ടവരെല്ലാം ഹൃദയം കവർന്നത് കുർസാവയായിരുന്നു, നമുക്കറിയാം. ആ മത്സരം 7-1 ജർമ്മനി ജയിച്ചു. ഇതാണ് 2ാമത്തെ യൂറോപ്യൻ ടീം ജയിച്ചത്. ഇനി 3ാമത്തെ യൂറോപ്യൻ ടീം ജയിച്ചത് മറ്റാരുമല്ല, സ്വീഡൻ. 5-1 തുനീഷ്യയെ തോൽപ്പിച്ചത്. അതൊരു വമ്പൻ പോരാട്ടം തന്നെയായിരുന്നു. സ്വീഡൻ 5 ഗോൾ അടിച്ചു. അതിൽ നമുക്ക് വിക്ടർ ഗ്യോക്കേഴ്സ്, ആർസനലിന്റെ സെന്റർ ഫോർവേഡ്, മുമ്പ് സ്പോർട്ടിങ്ങിന് വേണ്ടി കളിച്ച താരം, അദ്ദേഹത്തിന്റെ മിന്നും ഫോം, ഇരട്ട ഗോളുകളാണ് സ്വീഡൻ അത്രയും വലിയൊരു വിജയം സമ്മാനിച്ചത്. വേറൊരു റെക്കോർഡും കൂടി സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ചിന്റെ ഗോൾ വേട്ടയ്ക്കൊപ്പം എത്തിയിരിക്കുന്നു. വെറും ഒരൊറ്റ മത്സരം കൊണ്ട് നമ്മുടെ ഗ്യോക്കറസ് എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുത ടാലന്റ് തന്നെയാണ്. കാരണം വെറും ഒറ്റ മത്സര ലോകകപ്പിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ ഇരട്ട ഗോളുകൾ നേടിയിരിക്കുന്നു. അപ്പോൾ സ്ലാറ്റിന്റെ ഒപ്പം എത്തിയിരിക്കുകയാണ് ആ റെക്കോർഡിൽ. അപ്പൊ ഈ 3 ടീമുകൾ മാത്രമേ യൂറോപ്പിൽ നിന്ന് ജയിച്ച് കയറിയിട്ടുള്ളൂ ഇതുവരെ. ബാക്കി എല്ലാവരും സമനിലയോ തോൽവിയാണ് വഴങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ 2026 വേൾഡ് കപ്പ് സംതിങ് കുഞ്ഞൻ ടീമുകൾക്ക് വരെ അവരുടെ രാജ്യത്തിന്റെ അഭിമാനം കാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ലോകകപ്പ് ഇത് മാറിയിരിക്കുകയാണ്. കുഞ്ഞൻ ടീമുകൾ വമ്പന്മാരെ ഞെട്ടിക്കുന്ന ഒരു ലോകകപ്പായി മാറിയിരിക്കുകയാണ്. സാധാരണ 1-2 ടീം കറുത്ത കുതിരയാകുക എന്നിരുന്നാൽ പക്ഷേ ഈ വട്ടം അങ്ങനെയല്ല. എല്ലാ ഏഷ്യ രാജ്യങ്ങളും തങ്ങളുടെ കഴിവിനനുസരിച്ച് യൂറോപ്യൻസിനോടും സൗത്ത് അമേരിക്കൻ ടീമുകളോട് ഏറ്റുമുട്ടുന്നു എന്നതിന്റെ റെക്കോർഡാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കണക്കുകൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. ഇനിയും വരും ദിവസങ്ങളിൽ വമ്പന്മാരായ ഫ്രാൻസും അർജന്റീനയൊക്കെ ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ.
അപ്പൊ അതിനുശേഷം നമുക്ക് പറയാം ബാക്കി റിസൾട്ട്. എന്തായാലും ഇതുവരെ കളിച്ച 5 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ഏഷ്യൻ ടീം വിട്ടുകൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല 10 മത്സരം കളിച്ച യൂറോപ്യൻ ടീമിന് വെറും 3 മത്സരങ്ങൾ മാത്രമേ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതാണ് ഇതുവരെയുള്ള റെക്കോർഡുകൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡാറ്റ പരിശോധിക്കാൻ നമ്മൾ ഈ പറഞ്ഞത് കൃത്യം ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം.